ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം കലാപരിപാടി തന്നെ, മൈലാഞ്ചി വരയ്ക്കൽ തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കോണൊക്കെ ഒന്ന് സെറ്റാക്കിയെടുത്ത് നമുക്കൊരു ഡിസൈനെ കണ്ടുപിടിച്ച് അങ്ങോട്ട് വരയ്ക്കാം. അതിൻ്റെ അകം വെച്ച് നിങ്ങൾക്കൊരു കഥയും പറഞ്ഞുതരാം കേട്ടോ. ഡിസൈൻ വരച്ച് വരച്ചൊരു കഥയും പറഞ്ഞുതരാം. അതായത് പണ്ട് വളരെ പണ്ട് ഏകദേശം ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെയാണ് ഈ മെഹന്തി ആദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അവിടുത്തെ ആൾക്കാർ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിനൊരു ചെറിയ തണുപ്പ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് മൈലാഞ്ചി അരച്ച് പുരട്ടുമായിരുന്നു. പിന്നെയാണ് ഈ മെഹന്തി ഭംഗിയുള്ള പാറ്റേണുകളായതും കല്യാണങ്ങൾക്കും മറ്റാഘോഷങ്ങൾക്കും ഒഴിച്ചുകൂടാൻ വയ്യാത്തതുമായ ഒരു സംഭവമായിട്ട് മാറിയത്. എന്തായാലും ഈ മൈലാഞ്ചി എന്ന് പറയുന്ന സംഭവം നമ്മുടെ കേരളത്തിലെത്തിയത് ഈ പുറം രാജ്യങ്ങളിലുള്ള കച്ചവടക്കാരിലൂടെയൊക്കെ ആവാം. എന്താണെങ്കിലും നമ്മുടെ നാട്ടിലെത്തിയതിന് ശേഷം ഈ മൈലാഞ്ചി നമ്മുടെ ഓരോ ആഘോഷങ്ങളുടെയും ഓരോരോ ഭാഗമായിട്ടങ്ങ് മാറി. എങ്ങനെയാണ് എൻ്റെ കഥ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതിപ്പോൾ ഞാൻ ചെറുതാക്കിയ കഥ പറഞ്ഞേക്കുന്ന. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു വലിയൊരു കഥയാക്കി വിപുലീകരിച്ച് നല്ല വലിയൊരു കഥയാക്കി പറയാം. എന്ത് പറയുന്നു? താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെയാണ് നമുക്ക് അതിനെപ്പറ്റി വലിയൊരു വീഡിയോ ചെയ്യാം. മെഹന്തിയുടെ ഒരു ഷോർട്ട് സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ധാരാളം. പക്ഷേ ഇത് നമ്മൾ ആഴ്ന്നിറങ്ങി ചിന്തിക്കാൻ പോകുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറി ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മുടെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണേ. എനിക്ക് മാത്രമുള്ള കുഴപ്പമാണോന്ന് അറിയത്തില്ല. മൈലാഞ്ചി വരയ്ക്കുന്ന സമയത്ത് ചില ഡിസൈൻസ് വരയ്ക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും, ചില ഡിസൈൻസ് വരയ്ക്കുമ്പം കുറച്ച് സമയവും മതി. എന്താണല്ലേ അങ്ങനെ? ഇത് എനിക്ക് മാത്രമുള്ള കുഴപ്പമാണോ? എന്താണെങ്കിലും നമ്മളിവിടെ വർക്ക് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. നമുക്ക് ഫൈനൽ ലുക്ക് കാണണ്ടേ? എങ്ങനെയുണ്ട് ഗൈസ് ഫൈനൽ ലുക്ക്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ അടിപൊളിയാക്കാൻ നോക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ശരി എന്നാൽ ടാറ്റാ.